ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും എനിക്ക് പറയുമ്പോൾ തന്നെ ചിരി വരും. എന്തിന് ഞാൻ വരും പോവും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും യൂട്യൂബ് എൻ്റെ ഫസ്റ്റ് സ്ട്രീം ഓഫ് ഇൻകം അല്ല. യൂട്യൂബ് ആക്ച്വലി എൻ്റെ ഒരു സ്ട്രീം ഓഫ് ഇൻകമും അല്ല, ഒരു രൂപയും കിട്ടത്തില്ല. അപ്പം യൂട്യൂബ് അല്ലാതെയും എനിക്കൊരു ലൈഫ് ഉണ്ട്. അതാണ് എൻ്റെ മെയിൻ പ്രയോറിറ്റി. അപ്പം അവിടെ എനിക്ക് ജോബും അതും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ സ്ട്രെസ്ഫുൾ ആവും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് വേണ്ടി ഇടയ്ക്ക് പറ്റാതൊക്കെ വരും. ഇത് മാത്രം ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പോവുക, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഇച്ചിരി ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. എനിക്ക് വീഡിയോസ് എടുക്കുന്നതെന്ന കാര്യം പറയുമ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്, വേണ്ട എന്തിനാ വെറുതെ, അതിലും നല്ല ഞാൻ എൻ്റെ ഈ മൂമെൻറ്റ് ഞാൻ എൻജോയ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എൻ്റെ ലവ്ഡ് വൺസുമായിട്ട് ഞാൻ ആ സമയം എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും. സോ അങ്ങനെ ഈ കഴിഞ്ഞ 2 മാസം ഞാൻ അങ്ങനത്തെ കുറേ മടി കാരണവും പിന്നെ അതല്ലാതെ എനിക്ക് കുറേ ഹോർമോണൽ ഇഷ്യൂസ് അങ്ങനത്തെ ഒക്കെ സംഭവം വന്നപ്പോഴത്തേക്കും എൻ്റെ മുഖത്തൊക്കെ കാണാം. പിന്നെ കുറേ കൺസീലറൊക്കെ പുരട്ടിയിട്ട് അതെങ്ങനെയൊക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറേ സ്ട്രെസ്സും പിന്നെ വർക്ക് സ്ട്രെസ്സ്, ജോബ് സ്ട്രെസ് എല്ലാം കൂടെ വന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന 2 മാസമായിരുന്നു. അതുകൊണ്ട് ഒന്നുമേ ചെയ്യാനായിട്ട് വേണ്ടിയുള്ള മനസ്സില്ലായിരുന്നു. ഈ കഴിഞ്ഞ 2 മാസത്തിൽ മിസ്സായ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തിനായി ഇത്രയും സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി സന്തോഷിക്കാനോ ആഘോഷിക്കാനൊന്നോ ഉള്ള ഒരു സമയവും ഒന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷേ കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചിരി വെച്ചുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു കുട്ടി വീഡിയോ ഉണ്ടാക്കി. അപ്പം ഞാൻ ഓർത്ത് ആദ്യം അത് അങ്ങിട്ട് തുടങ്ങാം എന്ന് വെച്ചുകൊണ്ട് എന്നിട്ട് പയ്യെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാം. പല ദിവസങ്ങളിലെടുത്ത കുറേ ക്ലിപ്സ് ഞാൻ ഒരു വ്ളോഗ് ആക്കിയിട്ട് ഇടുവാണ്. സോ ഇത് ഞങ്ങൾ ഷെമ്മിൻ്റെ വീട്ടിൽ ആയിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഈസ്റ്റർ സെലിബ്രേഷൻ. അപ്പം ഈസ്റ്റർ ആയതുകൊണ്ട് അവരുടെ വീട്ടിൽ ചുമ്മാ കയ്യും വീശി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 തരത്തിലത്തെ കുക്കീസ് ഉണ്ടാക്കി വീട്ടിൽ തന്നെ. ഷുഗർ കുക്കി, ചോക്ലേറ്റ് ചിപ്പ് കുക്കി, പിന്നെ ക്യാരറ്റ് കേക്ക് കുക്കീസ്. എന്നിട്ട് അത് അവർക്ക് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വെച്ചുകൊണ്ട് എന്നാൽ അവർക്ക് ഭയങ്കര സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണ് അവർ രണ്ടുപേരും. സോ ദാറ്റ് വാസ് മൈ ഈസ്റ്റർ ട്രീറ്റ് ഫോർ ദം. ഈസ്റ്റർ എഗ്സ് 2 വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഇത് ഞാൻ അവർക്ക് ഈസ്റ്റർ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചൊരു ജാറാണ്. നല്ല രസമില്ലേ? അങ്ങനെ എല്ലാം റാപ്പപ്പ് ചെയ്തിട്ട് ഞങ്ങൾ സിറ്റാഡിലേക്ക് പോകാനുള്ള ട്രെയിൻ കയറി. 2 മണിക്കൂറിൻ്റെ യാത്രയാണ് ഞങ്ങളുടെ ആംസ്റ്റർഡാം സെൻട്രലിൽ നിന്ന് സിറ്റാഡിലോട്ട് പോകാനായിട്ട് വേണ്ടി. അപ്പം ഈ ഈസ്റ്ററിൻ്റെ അന്ന് തന്നെയായിരുന്നു ഷെമ്മിൻ്റെ ബർത്ത്ഡേയും. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ നിന്ന് അവന് വേണ്ടി കേക്ക് ഉണ്ടാക്കാം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഞാൻ ജോസിനോട് പറഞ്ഞപ്പം ജോസ് പെട്ടെന്നായിരുന്നു രാവിലെ ഒരു 2 മണിക്കൂറിനുള്ളിൽ കേക്കൊക്കെ സെറ്റാക്കി എല്ലാം ബേക്ക് ചെയ്തിട്ട് ഞങ്ങൾ എന്നിട്ട് അത് കൊണ്ടുപോയി. അത് അവൻ്റെ സർപ്രൈസ് ആയിരുന്നു. ഇത് ഞങ്ങൾ അവിടെ എത്തി, അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. അതിൻ്റെ ഞങ്ങൾ അവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ വെറുതെ, അവരുടെ വീടിൻ്റെ ആ ഏരിയ ആണ്, അത് നല്ല രസമുള്ള ഒരു ഭയങ്കര ഹാപ്പനിങ് സ്ട്രീറ്റ് ആയിരുന്നു. അവിടെ അന്നത്തെ ദിവസം എന്തോ ഒരു മാരത്തോൺ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർ നിറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയായിരുന്നു. പിന്നെ ഈ സമ്മർ ആകുമ്പോഴത്തേക്കും എല്ലാവരും പുറത്തിരുന്ന് ബിയറൊക്കെ കുടിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് നല്ലൊരു ഹാപ്പനിങ് വൈബായിരുന്നു അവിടുത്തെ. അപ്പം എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എന്നിട്ട് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കുറേ നേരം നടന്നു. അതിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ എന്താ പറയുക, ചെറി ബ്ലോസത്തിൻ്റെ കുറേ മരങ്ങളൊക്കെ കണ്ടു. ദാറ്റ് വാസ് സോ പ്രിറ്റി. അത് ഞാൻ ഇനി ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് എൻജോയ് ചെയ്ത് നടക്കും. ഡെസ്റ്റിനേഷനിൽ പോകുന്നത് ഇതായിരുന്നു ഞാൻ പറഞ്ഞ ചെറി ബ്ലോസത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവരുടെ അവിടെ. ഇത് അവർ പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ ഫുൾ ബ്ലൂമിങ് കഴിഞ്ഞ് വരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതിലും കാട്ടിലും ബ്ലൂമായി നിറച്ചും മരത്തേൽ ഇങ്ങനെ ചെറി ബ്ലോസംസ് ഇങ്ങനെ തിങ്ങി ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ പീക്ക് ടൈം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ എന്നിട്ടും എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് സോ പ്രിറ്റി. ആ ഏരിയ മൊത്തം എൻ്റെ ഭംഗിയായിരുന്നു കാണാനായിട്ട് വേണ്ടി. നമ്മൾ ചുമ്മാ തൊട്ടാൽ മതി, അതിൻ്റെ ഇങ്ങനെ എതളുകൾ ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ വീഡിയോസും ക്ലിപ്സും ഒക്കെ എടുത്തു.
It was beautiful. എന്നിട്ട് ലേറ്റർ ദാറ്റ് ഡേ അന്ന് രാത്രിയായിരുന്നു നമ്മുടെ ഈസ്റ്റർ കുർബാന. ഞങ്ങൾ 4 പേരിലും ജോസായിരുന്നു ഫുള്ളായിട്ട് ഈസ്റ്റർ നോമ്പ് നോക്കിയത്. ഞാൻ ചിക്കൻ ഈസ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ നിർത്തിയായിരുന്നു. അപ്പം ഞാൻ ജോസിന് കൊടുത്തിയ ചിക്കൻ മാത്രം അവോയ്ഡ് ചെയ്തു. പക്ഷേ ഞാൻ ഫിഷ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുർബാനയൊക്കെ കൂടി വന്ന് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ നോമ്പ് ഒക്കെ ഞങ്ങൾ പൊട്ടിച്ച് അടിപൊളി ബിരിയാണി ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. സോ ഈ കാണുന്നതായിരുന്നു ഞങ്ങളുടെ സെറ്റപ്പ് ബിരിയാണി. എൻ്റെ കുക്കീസൊക്കെ ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ രാവിലെ ആയിരുന്നു ഞങ്ങൾ ഈസ്റ്റർ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് കുക്കീസൊക്കെ എടുക്കാമെന്ന് വെച്ചുകൊണ്ട് ഓർത്തു എന്തിന് രാത്രിക്ക് മധുരമുള്ളത് കഴിക്കേണ്ട. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ ഡിന്നർ കഴിച്ചത് 12 മണിക്ക് എങ്ങാണ്ടായിരുന്നു. അപ്പം വെറുതെ രാത്രിക്ക് ഇത്രയും ഹെവി കഴിക്കേണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്തു. ബട്ട് വി ഹാഡ് അവർ ബർത്ത്ഡേ കേക്ക്. ജോസ് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയ കേക്കാണ്. ദിസ് വാസ് സൂപ്പർ ഫണ്ണി. എന്തിന് ജമ്മിന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. ഞങ്ങൾ നിർബന്ധിച്ച് അവനെ കൊണ്ട് കേക്കൊക്കെ വെട്ടയിപ്പിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വന്ന് ഒരു ഡെക്കറേഷൻ ഷെമ്മിൻ്റെ ഭാര്യ എന്തോ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ടതാണ്. ആ കേക്കിൻ്റെ ലുക്ക് തന്നെ എന്തോ പോലെ ആയി. പക്ഷേ ഇറ്റ് വാസ് റിയലി ഡെലിഷ്യസ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തിനും മെൽറ്റഡ് ചോക്ലേറ്റും ജോസ് ഉണ്ടാക്കിയ കേക്കും ചോക്ലേറ്റ് കേക്കായിരുന്നു. അപ്പം ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് സ്വർഗമായിരുന്നു. സോ കേക്കും അടിപൊളിയായിരുന്നു. ഷെമ്മിന് കുറേ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രാത്രിക്ക് കുറേ നേരം ഇന്ന് ചീട്ട് കളിച്ചു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചീട്ട് കളിച്ചു. ഇറ്റ് വാസ് എ ഫൺ ഡേ. ഇന്ന് ഈസ്റ്റർ മോർണിംഗ് ആയിട്ട് എന്താണ് സേരക്കുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്? Oh my god, Ernakulam style. And we have അടിപൊളി decorated cookies over here. Oh, കൊള്ളാല്ലേ കുക്കീസ് കാണാൻ. And here ജോസ്മോൻ പാലപ്പം ആൻഡ് എന്താണ് കഴിക്കുന്നത്? ഞാൻ ട്രിപ്പിൾ സെഞ്ചുറി ആണ് ആ ഗെയിമിൽ. ആ ഗെയിമിൽ പോയിന്റ് ഏറ്റവും കുറവാണ് ജയിക്കാൻ വേണ്ടി വേണ്ട. എനിക്ക് ഏറ്റവും കൂടുതലായിരുന്നു. പക്ഷേ ഈ 2 പേർക്ക് ഭയങ്കര ഹോപ്പായിരുന്നു. പക്ഷെ ജയിച്ചത് സെരയായിരുന്നു. കരയുവാണോ? മിസ് ചെയ്യുമോ? അവരുടെ ഫുഡ് ഇഷ്ടപ്പെട്ടോ? അവരുടെ ഫുഡും ഞാൻ റമ്മിയിൽ ഞാൻ ഒരു രാജാവായതും അത് ഞാൻ ഒട്ടുമേ യോജിപ്പിക്കുന്നില്ല. എനിക്കറിയാം യോജിക്കുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ മലയാളം ചില സമയത്തൊക്കെ ഇങ്ങനെ തെറ്റും. നിങ്ങൾ പ്ലീസ് അത് മനസ്സിലാക്കണം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സിറ്റാർഡിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ട്രിപ്പ് ഈസ് ടു ലൈഡൻ. ഞാനിപ്പോൾ ട്രെയിനിലതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ വിയേർഡ് ആൾക്കാരുള്ളപ്പം വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ അന്ന് എന്താ പറയുക സിറ്റാർഡിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ആ വ്ലോഗ് അറിഞ്ഞുകൊണ്ടിടാം. അതിനകത്ത് എന്തിന് PJയുടെ ബർത്ത്ഡേ ആണ് ഈ സൺഡേ. അപ്പോൾ ഞങ്ങൾക്ക് 2 കൂടെ മേർജ് ചെയ്തിട്ടിടാം. ഞങ്ങൾ 2 രണ്ടുപേരുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുമിച്ചിടാമെന്ന് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ ട്രെയിനിലൊറ്റയ്ക്ക് ജ്യൂസില്ല. ഞാനിപ്പം ലീഡനിൽ പോവാണ് അവരുടെ വീട്ടിലോട്ട്. അപ്പം നാളെ ഇവിടെ കിങ്സ്ഡേ ആണ്. കിങ്സ്ഡേയുടെ അന്നാണ് PJയുടെ ബർത്ത്ഡേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവിടെ ചെന്നിട്ട് PJയ്ക്ക് വേണ്ടി ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കണം. സോ ഞാനും കുക്കും കൂടെ അതുണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നാളെ ജോസിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇച്ചിരി കിങ്സ്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും PJയുടെ അങ്ങോട്ടേക്ക് വരും. ഷെമ്മും സെറിയും വരുന്ന ഇച്ചിരി ഡൗട്ടാണ്. എന്തിനും മറ്റന്നാൾ ഷെമ്മിൻ്റെ അമ്മ വരുക. അപ്പോൾ അമ്മേനെ പിക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എൻ്റെ ആണ്. അവിടുന്ന് ബസ് കിട്ടാൻ ഇച്ചിരി പാടാണ്.
അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ബസ്സില്ലെങ്കിൽ പിന്നെ ഞാൻ നടക്കാമെന്ന്. സോ ലെറ്റ്സ് സീ. അങ്ങനെ ലൈറ്റും സക്സസ്ഫുള്ളി ആയിട്ട് എത്തി. അവിടെ ചെന്നിട്ട് ഞാൻ പെട്ടെന്ന് PJക്ക് വേണ്ടി ബർത്ത്ഡേ കേക്ക് ബേക്ക് ചെയ്തു, അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഈ പ്രാവശ്യം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്തെങ്കിലും എനിക്ക് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ കിട്ടി. ഷെമ്മിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് അത്രയും സമയമില്ലായിരുന്നു, ധൃതി പിടിച്ച് ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾക്കത് മര്യാദയ്ക്ക് ഡെക്കറേറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. ഇവരുടെ എല്ലാവരുടെയും ബർത്ത്ഡേ അടുപ്പിച്ചാണ്. അതുകൊണ്ട് എല്ലാം വീക്കെൻഡും ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഇങ്ങനെ ഓരോരോ സ്ഥലത്തായിരുന്നു, അവരുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ഒക്കെ ചെയ്തത്. PJയുടെ ബർത്ത്ഡേ കറക്റ്റ് കിങ്സ് ഡേ എന്ന് തന്നെയായിരുന്നു. അപ്പം അവന് രാജാക്കന്മാരുടെ കിരീടമൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ഈ ക്ലിപ്പ് ഭയങ്കര ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാനിത് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവർ ഈ കാണിക്കുന്ന കോപ്രായം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ചിരി വരുമായിരുന്നു. എനിക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാനും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു രസമല്ലേ എന്ന് ഓർത്തിട്ട് ഞാനിതിങ്ങനെ തന്നെ വെച്ചു. ഇപ്പോൾ PJ കേക്ക് കൊടുക്കുന്നുണ്ടോ? സോ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് PJയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കാർഡ്സ് കളിച്ചു. ഞങ്ങൾ എപ്പോൾ എവിടെ വെച്ച് കൂടിയാലും നമ്മൾ കാർഡ്സ് കളിക്കുന്നത്. അത് ഇപ്പോഴാണെങ്കിൽ വാശിക്കാണ് കളിക്കുന്നത്. ജയിച്ചല്ലേ അടിയാണ്, ഞങ്ങൾ പൂരെ അടിയാണ്. അങ്ങനെ ആ സെലിബ്രേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ അവിടെ നിന്നും തിരിച്ചു. ലക്ഷം പിന്നാലെ This is the birthday boy of the year. ഇത്രയും തലയാട്ടണോ കഴുത്ത് കൊടുക്കുന്നുണ്ട് വെക്കാൻ. പിന്നെ ഇത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ സെരക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും പ്ലസ് PJ ആൻഡ് കുക്കു ഒരു വീട് വാങ്ങിച്ചു. അതിൻ്റെ കീ ഹാൻഡ്ലിംഗ് ആയിരുന്നു. Happy birthday to you. Happy birthday to you. Happy birthday dear Serakutti. Happy birthday to you. Yay! യെസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെരക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പ്ലസ് PJയും കുക്കും ഈ കാണുന്ന വീട് അവരുടെ സ്വന്തം വീടാണ്. അന്നായിരുന്നു അവരുടെ കീ ഹാൻഡിലിങ്. അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് ആ വീട്ടിൽ കൂടിയായിരുന്നു. ഷെമ്മിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റീനെ കൊണ്ട് കുരിശൊക്കെ വരപ്പിച്ച് നമ്മളൊരു ചെറിയ ചിയേഴ്സൊക്കെ അടുപ്പിച്ചിട്ടായിരുന്നു നമ്മൾ പോയത്. വീട്ടിൽ ചെന്നിട്ട് സ്പെൻഡ് ചെയ്ത് എന്നിട്ട് തിരിച്ച് വന്നു. ബട്ട് ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഫോർ PJ ആൻഡ് കുക്കു. എന്തിന് എൻ്റെയും ജോസിനും കൂടെ സ്കൂളിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ് PJ. ഞങ്ങൾ ഒരേ ബാച്ചിലാണ് പഠിച്ചത്. അപ്പം അവനൊരു വീട് വാങ്ങിക്കുന്നു, ഇത്രയും റെസ്പോൺസിബിൾ ആവുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും അവർക്ക് വേണ്ടി ഒരു സന്തോഷമുള്ളൂ. എപ്പോഴും അവർക്ക് നല്ലത് വരട്ടെ. അവർ ഇനിയും എന്താ പറയുക, അവരുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവട്ടെ, അവരുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവട്ടെ, അവർ ബ്യൂട്ടിഫുൾ ഒരു ഫാമിലി ഉണ്ടാക്കട്ടെ ആ വീട്ടിൽ. അങ്ങനെ ഒത്തിരി ഓൺലി ഗുഡ് വൈബ്സ്, സെൻഡിങ് ഓൾ ഗുഡ് വൈബ്സ് ടു PJ ആൻഡ് കുക്കു. എന്തിനാ ഞാനും ജോസും പേഴ്സണലി കുറേ ഷെമ്മും സെറിയാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ ജോസിനോട് ചോദിക്കും. ഇപ്പോൾ കുക്കുയുടെ ഒക്കെ ഇൻറ്റീരിയേഴ്സിന് ഞാൻ ഇച്ചിരിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വീട് വാങ്ങിച്ചെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു വീട് വാങ്ങിച്ചൊരു സന്തോഷമായിരുന്നു. അത്രയ്ക്കും ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്, ഒരു ജോയ് ഉണ്ട്. Cheers to the new beginnings. അമ്മേ പൊളിച്ചെടുക്കുള്ളൂ. സോ ദാറ്റ് വാസ് ഇറ്റ്. നമ്മൾ എന്നിട്ട് അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇനി നെക്സ്റ്റ് വീക്ക് അവരുടെ വീടിൻ്റെ കയർത്താമസമാണ്. അന്നൊരു അടിപൊളി കുറേ നമ്മൾ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് അവരുടെ കയർത്താമസമൊക്കെ കൂടി എൻജോയ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗ് ഉണ്ടാക്കി ഇടുന്നതായിരിക്കും. സോ ദാറ്റ് വാസ് മൈ വ്ളോഗ്. ഇനിയും ഒത്തിരി വ്ളോഗ്സും ഒത്തിരി അടിപൊളി എക്സ്പീരിയൻസസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നിടം വരെ stay tuned. Send all the good vibes to PJ and Kuku and bye.